ഹരേ കൃഷ്ണ. സർവം കൃഷ്ണമയം ജഗത് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇനി വരുന്ന ഓരോ എപ്പിസോഡുകളിലും ഞാൻ എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തിയായിട്ട് മാറിയത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരിക്കുന്നു. അപ്പോൾ ഈ എപ്പിസോഡിൽ എങ്ങനെയാണ് ഒരു എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ തന്നെ ഭഗവാൻ വിഷ്ണു ഭക്തിയായിട്ട് മാറാൻ സാധിച്ചത് എനിക്ക് വളരെയധികം ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. കാരണം ഒരു ഈഴവ സമുദായത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ നമുക്ക് ഈഴവന്മാർക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മുടെ ഈ ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ചൊന്നും യാതൊരു വിവരവുമില്ല. കാരണം നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല, നമുക്കാർക്കും പഠിക്കാനും വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് അന്നത്തെ കാലങ്ങളിലൊക്കെ രാമനാമമൊക്കെ എല്ലാ വീടുകളിലും ചെല്ലുമായിരുന്നു. അപ്പം ഇരിക്കുന്നവരിക്കും, അല്ലാത്തവരിക്കത്തില്ല. ആണുങ്ങളൊന്നും പ്രാർത്ഥിക്കാൻ വരുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. ചെറുപ്പത്തിൽ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരിക്കും, വലുതാവും തോറും എല്ലാവരും അവനവൻ്റെ വഴി തേടി പോവുകയാണ്. ആരും ഈശ്വരൻ്റെ മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പോലും ഞാനൊരു വലുതായിട്ടും കണ്ടിട്ടൊന്നുമില്ല. കാരണം നമുക്ക് ആർക്കും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. ആരും ഈശ്വരനെ എത്രമാത്രം സ്നേഹിക്കണമെന്നോ ഭഗവാന്റെ ജീവിതത്തിലുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം നമുക്ക് ഒരു വിവരമില്ലാത്ത ഒരു ഇതിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരുന്നല്ലാതെ ഒരു പുരാണം നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ നമ്മളത് സ്വന്തമായിട്ട് പഠിച്ച് അതിലൂടെ അറിവ് നേടണമെന്നൊന്നും നമുക്ക് താല്പര്യമില്ല. കാരണം എവിടെന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കഥകൾ പറയും, അതായിരിക്കും ശരി, അല്ലെങ്കിൽ ഈ ടി വിയിൽ കാണുന്ന പുരാണ സീരിയലുകൾ കാണുന്നതൊക്കെ ആയിരിക്കും ശരി, അതൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ എന്താണ് എഴുതിയേക്കുന്നത്, ഭഗവത്ഗീത എന്താണ് പറഞ്ഞേക്കുന്നത്, അതൊന്നും നമ്മൾ ഹിന്ദുക്കൾക്ക് മിക്കവർക്കും പഠിക്കാൻ പോലും താല്പര്യമില്ല. കാരണം ഈശ്വരന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഉള്ള പോക്ക് ശരിയല്ല, അവൾക്കെന്തോ നമ്മുടെ ബുദ്ധി ഭ്രഷ്ടമായി, അങ്ങനെയൊക്കെയുള്ളൊരു വിചാരങ്ങളൊക്കെയാണ് ആൾക്കാർക്ക്. കാരണം നമുക്കെന്തോ വട്ട് പിടിച്ച പോലെയാണ്. ഈശ്വരന്റെ അടുത്തോട്ട് അടുക്കുമ്പോൾ നമ്മളൊരു വട്ട് പിടിച്ച രീതിയിൽ പോവുകയാണ്, അവളുടെ പോക്ക് ശരിയല്ല, അവളെ നിയന്ത്രിക്കണം, അങ്ങനെയൊക്കെയാണ് കൂടുതലും പേരും പറയുന്നത് തന്നെ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സന്യാസിനിയായി തീരുമോ എന്നൊക്കെയുള്ള ഒരു സംശയമാണ്. നമുക്ക് കർമ്മയോഗത്തിൽ കൂടി തന്നെ ഭഗവാനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമുക്ക് ഭക്തിയോഗം നമുക്ക് കർമ്മയോഗത്തിൽ കൂടി തന്നെ നമുക്ക് കിട്ടുമെന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സന്യാസത്തെക്കാൾ ശ്രേഷ്ഠം കർമ്മയോഗമാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ ഊന്നി പറയുന്നുണ്ട്. അപ്പം എല്ലാവരും സന്യാസിയായിട്ട് ലോകത്തെല്ലാം ത്യജിച്ചു പോയാൽ ലോകം എങ്ങനെ ശരിയാവും? അപ്പം ഈ ലോകം ഈ ധർമ്മഭ്രഷ്ടന്മാരായിട്ടും കൂടുതൽ ഭരിക്കുന്നതെന്നൊക്കെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹിന്ദുക്കൾക്ക് ആർക്കും ഭഗവത്ഗീത ഒന്നും പഠിക്കാൻ സമയമില്ല, അതിലൊന്നും താല്പര്യമില്ല. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മ ചെറുപ്പത്തിൽ ചൊല്ലിത്തരുന്ന രാമനാമം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോയിരുന്നു ചെല്ലാൻ. അപ്പോൾ ചെറുപ്പം തന്നെ ആ രാമനാമം കാണാതെ പഠിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അതിനുശേഷം വളരും തോറും ഓരോ ഭഗവാന്റെ ഈ പുരാണ സീരിയലൊക്കെ കാണാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ആ സമയത്ത് ശ്രീകൃഷ്ണ സീരിയലൊക്കെ വന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സീരിയലിലെ കൃഷ്ണനോട് എനിക്ക് ചെറിയ അട്രാക്ഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ എപ്പിസോഡും കാണാനൊക്കെ ഭയങ്കര താല്പര്യം. അപ്പോൾ ആ സമയത്തൊക്കെ ടി വി നമ്മുടെ വീട്ടിൽ വരിക എന്നൊക്കെ പറയുന്നത് തന്നെ എന്തോ ഒരു ഭാഗ്യം പോലെ. കാരണം ഒരു സാധാരണ കുടുംബത്തിൽ ടി വി ഒന്നും വന്ന് തുടങ്ങിയില്ല. അപ്പോൾ അച്ഛൻ്റെ അനിയന് വാങ്ങിച്ചുകൊണ്ടുവന്ന ടി വി ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ പ്രദേശത്ത് നമുക്ക് ഒരു സാധാരണ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ അതേ ടി വി വന്നു. കൂട്ടുകാരെല്ലാം വീട്ടിൽ ടി വി കാണാൻ വരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എന്ന് പറഞ്ഞൊരു വഴക്കാളിയായിരുന്നു, ഒരു കുശുമ്പും കുന്നായ്മയും ഒരു കുറുമ്പിയായിട്ടുള്ളൊരു ഇതായിരുന്നു. എല്ലാവരോടും വഴക്ക് കൂടും, കൂട്ടുകാരോട് എല്ലൊക്കെ തന്നെ വഴക്ക് കൂടുന്ന ഒരു സ്വഭാവമായിരുന്നു. വീട്ടിൽ ടി വി കാണുന്ന കൂട്ടുകാരോടൊക്കെ വഴക്കിട്ട് ഓടിക്കുമായിരുന്നു. എൻ്റെ ടി വി അല്ലേ, എൻ്റെ വീട്ടിൽ എന്താ നിങ്ങൾ വരുന്നത് എന്നൊക്കെ ചോദിച്ച് വഴക്കിടുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അത്രയ്ക്കൊരു കുറുമ്പിയായിരുന്നു. ഒരു പേടിയും ഒരു ഭയവും അങ്ങനെ ഒന്നുമില്ല ആ സമയത്ത്. ആരോട് സംസാരിക്കാനായാലും അങ്ങനെ ആ 10 വയസ്സ് വരെ ഞാൻ അങ്ങനെ ജീവിച്ചു. ഒരു ഭയവും ഇല്ലാതെ ആൾക്കാരെ ഫേസ് ചെയ്യാനായാലും എന്ത് സംസാരിക്കാനായാലും ഒരു സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ ആയാലും എല്ലാത്തിനും ഞാൻ പങ്കെടുക്കാനായാലും യാതൊരു മടിയും കാണിക്കാത്ത ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ 5ാം ക്ലാസ് വരെ ഞാൻ അങ്ങനെയായിരുന്നു. അപ്പം 10 വയസ്സിന് ശേഷമാണ് അത് സംഭവിച്ചത്. അച്ഛൻ സ്വന്തം ഭാഗം വാങ്ങിച്ച് മാറി താമസിക്കുകയും അപ്പം ആ ഒരു നല്ലൊരു വലിയ വീട്ടിൽ നിന്നും ഒരു ചെറിയ ഷെഡിലോട്ട് മാറുക എന്ന് പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ കാണാതെ ഒളിച്ചും പാത്തൊക്കെ വന്നാണ് എൻ്റെ വീട് ഇതാണെന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒളിച്ചും പാത്തൊക്കെ വന്നാണ് വീട്ടിലേക്ക് വേറെ വഴി കൂടെ ഒക്കെ വന്നാണ് വീട്ടിൽ കയറിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ സ്വന്തം വീട്ടിൽ ടി വി കണ്ടിരുന്ന കുട്ടി, ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി, അതെല്ലാം കളഞ്ഞിട്ട് അതെല്ലാം പോയി പിന്നെ വെറും മണ്ണെണ്ണ വിളക്കിൻ്റെ വെള്ളത്തിൽ പഠിക്കുക, ടി വി കാണണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി കാണുക, വെള്ളമൊക്കെ ആണെങ്കിൽ വെള്ളമില്ല, അങ്ങ് താഴത്തുനിന്ന് ഒരു സ്ഥലത്തുനിന്ന് കോരി കൊണ്ടുവന്ന് വെള്ളം ഉപയോഗിക്കുക. അപ്പം അങ്ങനെ എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഒരു തന്നിലോട്ട് തന്നെ ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചു.
ഒരു ഒരു ഇൻട്രോവേർട്ടായി പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അധികം ആരോടും സംസാരിക്കാൻ പോകാറില്ല, കൂട്ടുകാരധികം ഇല്ല, വളരെ കുറച്ച് കൂട്ടുകാരികൾ മാത്രം. അങ്ങനെ ഒരു സ്വന്തമായിട്ടുള്ളൊരു ഉള്ളിലുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നൊരു സമയമായിരുന്നു. അപ്പം ആ സമയത്ത് ഓം നമ ശിവായ സീരിയല് നടക്കുന്ന സമയമായിരുന്നു. അപ്പം ഈ പുരാണ സീരിയൽ കാണാൻ കൂടുതൽ താല്പര്യമുള്ള കാരണം, പുരാണം പഠിക്കാനും കൂടുതൽ താല്പര്യമുള്ള കാരണം ഈ സീരിയലിൽ കൂടെയൊക്കെയായിരുന്നു ഈ പുരാണങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ അങ്ങനെ ഒരു ദിവസം 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എനിക്ക് ചിക്കൻ പോക്സ് വന്നു. അപ്പോൾ ചിക്കൻ പോക്സ് വന്ന സമയത്ത് നമുക്ക് കാണാൻ പോകാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് കുറേ എപ്പിസോഡ് മുടങ്ങിപ്പോയി. അതെല്ലാം കുളിച്ച് കഴിഞ്ഞ് പിന്നെ നരസിംഹത്തിൻ്റെ എപ്പിസോഡാണല്ലോ വരുന്നതെന്ന് ഭയങ്കര അങ്ങനെ ഉത്സാഹത്തോടെ ഇരുന്ന സമയത്ത് 14 ദിവസം കഴിഞ്ഞു. പക്ഷെ എന്നാലും എൻ്റെ ദേഹത്തെ പാടുകളൊന്നും മാറാത്ത കാരണം അച്ഛനെ കാണാൻ കൊണ്ടുപോയില്ല. അച്ഛൻ മാത്രം കാണാൻ പോയി. ആ സമയത്ത് പുറത്ത് ഞാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ആ സീരിയലിലൂടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്കിവിടെ കേൾക്കാം. ഭഗവാന്റെ വരവും ഹിരണ്യകശിപുവിൻ്റെ അലർച്ചയും ബഹളവും നമ്മുടെ പ്രഹ്ലാദൻ പ്രാർത്ഥിക്കുന്നതും എല്ലാം ഇവിടെ നമുക്കിപ്പുറം കേൾക്കാം. അപ്പം എനിക്ക് ഭയങ്കരമായ സങ്കടം തോന്നി. കാരണം എന്നെ കൊണ്ടുപോയില്ല. എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പിസോഡ്. എന്നെ കൊണ്ടുപോകാതെ പോയി. അത് കാരണം എനിക്ക് ഭയങ്കര സങ്കടം. പുറത്തിരുന്ന് ഞാൻ എന്നെ കരഞ്ഞിങ്ങനെ ഇരിക്കും. എന്നെ കൊണ്ടുപോയില്ല, എന്നെ അച്ഛൻ കൊണ്ടുപോയില്ല, എനിക്ക് കാണണമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കരഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ അപ്പം പ്രഹ്ലാദൻ അവിടെ ഓം നമോ നാരായണായ എന്ന മന്ത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഓം നമോ നാരായണായ മന്ത്രം അതൊക്കെ ഞാനും ഇരുന്ന് കരയുന്ന കൂടെ തന്നെ ഞാനും ഇരുന്ന് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കരച്ചിൽ നിന്നു. മന്ത്രം മാത്രം ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. എൻ്റെ മനസ്സിലെ ദുഃഖമൊക്കെ എങ്ങോട്ടോ പോയി. അതിന് പകരം എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ മന്ത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഓം നമോ നാരായണായ എന്ന മന്ത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ സങ്കടമൊക്കെ എങ്ങോ പറന്നുപോയി. അപ്പം അന്ന് തൊട്ട് എനിക്ക് മനസ്സിലായി ഭഗവാൻ വിഷ്ണുവുമായിട്ട് എന്തോ ഒരു കണക്ഷൻ എനിക്കുണ്ട്. കാരണം ഓം നമ ശിവായ സീരിയൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വിചാരിച്ചു ശിവനായിരിക്കും എൻ്റെ ഇഷ്ടദൈവം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഈ ദശാവതാര എപ്പിസോഡ് വന്നപ്പം ഭഗവാൻ വിഷ്ണുവിൻ്റെ എന്തോ ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ ദശാവതാര എപ്പിസോഡ് അതിൻ്റെ ഒരു പുറത്തിരുന്ന് കരഞ്ഞ കുട്ടീനെ വെറും കേട്ടുകൊണ്ട് ആ മന്ത്രം വെറുതെ കേട്ടുകൊണ്ട് വിഷ്ണു ഭക്തിയായിട്ട് മാറാൻ സാധിച്ചു. അപ്പം കണ്ടുപോലുമില്ല ആ എപ്പിസോഡ്. ഭഗവാന്റെ ആ നാമം ആ മന്ത്രം കേട്ടിട്ട് ഒരു വിഷ്ണു ഭക്തിയായിട്ട് മാറിയതാണ് ഞാൻ. അതാ പ്രഹ്ലാദന്റെ ഭക്തിയുടെ ശക്തിയും കൂടെ ആയിരിക്കും. കാരണം പുറത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കുട്ടീനെ പ്രഹ്ലാദന്റെ ആ ഒരു ഭാവം ഒരു ഭക്തിയാക്കി മാറ്റാൻ ആ എപ്പിസോഡിന് സാധിച്ചു. അത് ഭഗവാന്റെ ഒരു ആദ്യത്തെ ഒരു മിറാക്കിൾസ് ആണ്. കാരണം നമ്മൾ പലതും കണ്ട് നമ്മൾ പലരോട് ഗുരുവചനങ്ങളൊക്കെ കേട്ടാണ് സാറിന് ഭക്തരാക്കിയിട്ട് മാറുന്നത്. ഒന്നും അറിയത്തില്ല, ഒന്നും അറിയാതെ വെറും ഒരു മന്ത്രം ഭഗവാന്റെ നാമം കേട്ടുകൊണ്ട് ഞാൻ ഭക്തയായിട്ട് ഭഗവാന്റെ ഭക്തയായിട്ട് ആ 12ാം വയസ്സിൽ മാറി. അന്ന് തൊട്ട് ഭഗവാന്റെ മന്ത്രമാണ് എനിക്കെല്ലാം. ആ മന്ത്രം ഞാൻ എല്ലാ ദിവസവും ചൊല്ലും. സ്കൂളിൽ പോകുന്നതിന് മുമ്പും വിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയും ഒരു അനന്തശയനത്തിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ട്. ആ ഫോട്ടോയുടെ മുമ്പിൽ നോക്കി ഞാൻ എന്നും പ്രാർത്ഥിക്കും. ആ മന്ത്രം ചൊല്ലി ഉറങ്ങുന്നതിന് മുമ്പ് മന്ത്രം ചൊല്ലും. അങ്ങനെ ഫുൾ ടൈം ആ മന്ത്രം എപ്പോഴും ഞാൻ എൻ്റെ ഒരു മന്ത്രം, ഒരു മൂലമന്ത്രം, ഞാൻ എൻ്റെ ഒരു മന്ത്രമാണ്, നാരായണ മന്ത്രം എൻ്റെ ആണെന്ന് ഞാൻ സ്വീകരിച്ച് ഞാൻ ആ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. കാരണം നമുക്ക് ഹിന്ദു ധർമ്മത്തിൽ നമുക്ക് 30 കോടി ഗണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭഗവാൻ പല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ദേവതകളെ നമുക്ക് ഹിന്ദു ധർമ്മത്തിൽ തിരഞ്ഞെടുക്കാം. അത് വിഷ്ണു ആയാലും കൃഷ്ണനായാലും ശിവനായാലും ദേവിയായാലും നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു ഭയങ്കര ഇതായിരുന്നു. എനിക്കൊരു ഇഷ്ടദൈവം വേണം. ആരായിരിക്കും എൻ്റെ ഇഷ്ടദൈവം എന്നൊക്കെ ഞാൻ ശിവനാണോ, ഓം നമ ശിവായ ഇത് കണ്ടപ്പോൾ ശിവനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ശിവനാണോ അത് വിഷ്ണുവാണോ എന്നൊക്കെ ഭയങ്കര എനിക്ക് വേണം ഒരാളെ. എൻ്റെ അച്ഛനും അമ്മേനെ അല്ലെങ്കിൽ എൻ്റെ അനീജൻ, നമുക്ക് ഓരോരുത്തരുണ്ടല്ലോ. നമുക്ക് സ്വന്തമായിട്ട് ആരെങ്കിലുമൊക്കെ ജീവിതത്തിലുണ്ട്, സ്വന്തമെന്ന് പറയാം. അതുപോലെ എനിക്കൊരു സ്വന്തമെന്ന് വിളിക്കാൻ, എനിക്ക് ഏത് സമയം വിളിക്കാൻ എനിക്കൊരു ഭഗവാനെ വേണം. എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ ഒരു മനസ്സിലൊരു ആഗ്രഹമായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഭഗവാൻ വിഷ്ണുവായിരുന്നു. വിഷ്ണു രൂപത്തിൽ ഭഗവാന്റെ രൂപം തന്നെയാണ് എനിക്ക് എൻ്റെ എല്ലാമായിട്ട് ഭഗവാൻ എന്നെ തിരഞ്ഞെടുത്തത്. അപ്പം അങ്ങനെയാ ഞാനൊരു വിഷ്ണു ഭക്തിയായിട്ട് മാറി. എന്നൊരു വെറും സീരിയലിൽ കണ്ടുകൊണ്ടല്ല, സീരിയൽ കേട്ടുകൊണ്ട് ഞാനൊരു വിഷ്ണു ഭക്തിയായിട്ട് മാറി. ഇപ്പം അന്നോട്ട് എനിക്കറിയാം ഈ സീരിയലിൽ കാണിക്കുന്നതൊന്നും അല്ലായിരിക്കും ഒറിജിനൽ കാര്യങ്ങൾ. സീരിയലുകാരെ അവർക്ക് ഇഷ്ടമുള്ള പോലെ രീതിയിൽ ഓരോ എപ്പിസോഡും അവർക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് പുരാണങ്ങളിലേക്ക് എടുക്കും, കുറച്ച് അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ആഡ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷെ എനിക്ക് അന്നോട്ടൊരാഗ്രഹം, എനിക്ക് വൈകുണ്ഠത്തിൽ പോകണം, ഞാൻ ഭഗവാന്റെ അടുത്ത് വരും. അന്ന് വന്നതിന് ശേഷം എനിക്ക് ഇപ്പം ഈ സീരിയലിൽ ഓരോ എപ്പിസോഡൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, ഭഗവാന്റെ ദശാവതാരങ്ങൾ മുഴുവൻ എനിക്ക് ഭഗവാന്റെ തന്നെ എടുത്തിരുന്ന് എനിക്ക് കാണണം.
എന്നൊക്കെ ഞാൻ ഭഗവാനോട് അന്ന് തന്നെ പറയും. ഞാൻ വരും, അങ്ങയുടെ അടുത്ത് വന്നിട്ട് എന്നെ അങ്ങയുടെ ടി വിയിൽ തന്നെ, അങ്ങയുടെ വലിയ ടി വി ഉണ്ടായിരിക്കും, ആ ടി വിയുടെ മുമ്പിൽ ഞാൻ ഇരുന്നെല്ലാം കാണും എന്നൊക്കെ പറഞ്ഞ് അന്നോട്ട് ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങി. ഭഗവാനെ എൻ്റെ ഒരു ഫ്രണ്ടാക്കി അന്ന് തന്നെ ഞാൻ മാറ്റി. അപ്പോൾ അന്നോട്ട് ഞങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ സംസാരിക്കും. പിന്നെ നമ്മുടെ ഓരോരോ ഇഷ്ടപ്പെട്ട ഓരോ ജീവജാലങ്ങളൊക്കെ ഉണ്ട്, ഓരോ കോഴികളും പൂച്ചകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ മരിച്ചു പോയ സമയത്ത് അവരെ ഞാൻ വളരെ ദുഃഖത്തോടെ കൊണ്ട് നമ്മൾ അടക്കം ചെയ്യുന്ന സമയത്തൊക്കെ ഭഗവാന്റെ അടുത്ത് സമർപ്പിച്ചാണ് അടക്കം ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ഒരിക്കൽ ഞാൻ അങ്ങയുടെ അടുത്ത് വരുമ്പോൾ അങ്ങ് എന്നെ കാണിച്ചു തരണം, ഇവരെയൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഇഷ്ടപ്പെട്ട ജീവവർഗ്ഗങ്ങളാണ്, ഒരു പ്രാവശ്യം കാണിച്ചു തന്നേക്കണേ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇഷ്ടപ്പെട്ട ജീവനൊക്കെ ഭഗവാൻ വൈകുണ്ഠത്തിലോട്ട് വിടുന്ന സങ്കല്പിച്ചാണ് ഞാൻ എൻ്റെ ജീവജാലങ്ങളെ വിടുന്നത്. കാരണം ഞാൻ വൈകുണ്ഠത്തിൽ പോകണം എന്നുള്ള എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം പറയുന്ന പോലെയാണ്, ഭഗവാന്റെ അടുത്ത് പറയുന്ന പോലെയാണ് ഞാൻ എപ്പോഴും ആ ജീവജാലങ്ങളെയും അങ്ങ് സമർപ്പിച്ചു കൊണ്ടിരുന്നത്. അപ്പം അന്ന് തൊട്ട് ഭഗവാൻ എൻ്റെ മനസ്സിൽ കയറി പറ്റിയതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഭഗവാൻ എത്ര നമ്മൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. അപ്പം നമ്മുടെ എന്തൊക്കെ തെറ്റുകളുണ്ടോ അതൊക്കെ ഭഗവാൻ പതുക്കെ പതുക്കെ ശുദ്ധീകരിച്ച് നമ്മുടെ മനസ്സിനെ ഒരു പ്യുവറാക്കി മാറ്റും. നമുക്ക് നല്ലൊരു ഭക്തയായിട്ട് മാറുമ്പോൾ ഭഗവാൻ നമ്മുടെ എല്ലാ ചീത്ത കാര്യങ്ങളെയും ഇങ്ങനെ പ്യുവർ ചെയ്ത് നമ്മുടെ നല്ലൊരു ഭക്തിയായിട്ട് ഭഗവാൻ നമ്മളെ മാറ്റും. അപ്പോൾ അതിൻ്റെ ജീവിതത്തിൽ ഭഗവാൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രോസസ്സ്. ഇങ്ങനെ ഓരോന്നും എൻ്റെ ഓരോ ദുസ്വഭാവങ്ങളെയും ഓരോരോ കാര്യങ്ങളെയും ഭഗവാൻ ഇങ്ങനെ മാറ്റി തന്ന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് വിഷ്ണു ഭക്തിയുടെ ഒരു ഭയങ്കര ശക്തിയാണ്. നമ്മൾ എത്ര ഒരു ചീത്ത ആത്മാവായിരുന്നാലും ഭഗവാൻ അതിനെ ഭയങ്കരമായിട്ടും പ്യുവർ ചെയ്ത് നല്ല ഒരു ആത്മാവായിട്ട് അതിനെ മാറ്റിയെടുക്കും. കാരണം ഭഗവാനിലൂടെ നമ്മൾ ലാസ്റ്റിൽ ലയിച്ച് ചേരണമെങ്കിൽ നല്ലൊരു പ്യുവറായിട്ട് നമ്മുടെ ആത്മാവിനെ നമുക്ക് മാറ്റിയെടുക്കണം. അതിനുള്ള ഭക്തിയും ശക്തിയും ഭഗവാൻ നമുക്ക് തരും. അപ്പം ഈ എപ്പിസോഡിൽ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നത്, കാരണം ഇനി വരുന്ന എപ്പിസോഡിൽ എങ്ങനെയാണ് ഭഗവാൻ ഓരോരോ കാര്യങ്ങളിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അടുത്തതിൽ പഠനത്തിൽ എന്നെ ഭഗവാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്തെന്നാണ് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ.